ചേച്ചി ചെല്ലേ. അയ്യോ ചേച്ചി, ആ അഭിമന്യു കെട്ടി എഴുന്നള്ളി വരുന്നുണ്ട്. ഓ, ശല്യത്തിന് വരാൻ കണ്ട നേരം. അവിടെ നിന്ന് കവർ ചെയ്തോ. ആ സൂരജ്, എന്താ ഇവിടെ ഷൂട്ടിംഗ് വല്ലതും ഉണ്ടോ? ആ, ചെറിയൊരു ഷൂട്ടിങ്. ചാനൽ പ്രൊമോഷന് പഞ്ചരത്നം ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചു. അതിന് മാത്രം ഇവിടെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇവിടത്തെ ഊണ് ഫേമസ് അല്ലേ, രുചി കൊണ്ട് നാം വലിഞ്ഞു പോകുമെന്നാ പറച്ചില്. ഇതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇവർ എന്നെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ, അത്രയ്ക്കൊന്നും ഇല്ല. ഞാൻ വെറുതെ പറയാണെന്ന് വിചാരിക്കരുത്. ആ ഒന്നും വേണ്ട, സൂരജ് ഒന്ന് കഴിച്ചു നോക്ക്. എരിവ് കൃത്യമായ പുളി ശരിയാവില്ല, പുളി ശരിയായാലോ ഉപ്പുണ്ടാവില്ല. ആ പിന്നെ എന്ന് വെച്ച് കഴിക്കാൻ കൊള്ളില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഒപ്പിക്കാം. അതെ, വെറുതെ എന്തിനാ നിങ്ങളിങ്ങനെ കുറ്റം പറയുന്നത്? അയ്യോ, കുറ്റം പറഞ്ഞല്ല കേട്ടോ സൂരജ്. മറ്റു പല ഹോട്ടലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോ കൊള്ളാവുന്നൊരു ഗുണ. അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ചാനലിൽ നിന്ന് വന്ന് കവർ ചെയ്യാൻ മാത്രമേ ഇവിടെ ഒന്നുമില്ല. ഇയാളൊന്നും പോയേ. പോവാം, ഉണ്ടിട്ട് പോവാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് കഴിച്ചിട്ട് വരേ. അതെ, കിച്ചൺ ഒന്ന് കവർ ചെയ്യണമായിരുന്നു. ആ കിച്ചൺ അവിടെ അല്ലേ? ആ ശരി, വാ അങ്ങോട്ട് പോ. അതെ, ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഇവിടുത്തെ ഊണ് കഴിക്കാൻ ഉളുപ്പില്ലേ നിങ്ങക്ക്? ഉളുപ്പില്ലേന്ന്. അതെ, കുറ്റം പറയുന്നതും എന്നിട്ട് ഊണ് കഴിക്കുന്നതൊക്കെ എന്റെ ഇഷ്ടമാണ്. മര്യാദക്ക് ചോറ് വിളമ്പിയാട്ടെ. ഒന്നുമില്ല, തോറുന്നു കയറി മനുഷ്യനെ മെനക്കെടുത്ത. ഹലോ, അതെ, അയാൾ കഴിച്ചിട്ട് പൊക്കോട്ടെ, കാശ് വാങ്ങണ്ട. പക്ഷേ ഇന്നത്തോടെ അയാളുടെ ഇങ്ങോട്ടുള്ള വരവ് ഞാൻ നിർത്തിക്കും. ഞാനാണ് പാചകം ചെയ്യുന്നെങ്കിലും എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് അമൃതയാ. ഭക്ഷണം ഉണ്ടാക്കുന്നതിലുള്ള വിട്ടുവീഴ്ചയില്ലാ മനോഭാവമാണ് ഇവിടുത്തെ ഫുഡിന്റെ ഗുണമേന്മ. ഒരു വെജ് മീൽസ് ബാക്കിതാ. ഇല്ല. ബാക്കി തരില്ലെന്നാണോ? ഇയാളുടെ കയ്യിന്ന് ക്യാഷ് വാങ്ങിക്കില്ലാന്ന്. എന്താ, ഞാൻ തരുന്ന കള്ളനോട്ടൊന്നുമല്ല. ഓ, അതെനിക്കറിയാം. പക്ഷേ ക്യാഷ് വാങ്ങിക്കണ്ടാന്ന് എന്റെ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ചേച്ചിക്ക് എന്നോട് ഇത്ര അലിവ്? അലിവും മണ്ണാങ്കട്ടയൊന്നും അല്ല. ഞങ്ങള് ഇത്രയും പുകഴ്ത്തി പറഞ്ഞതിന്റെ സൗജന്യമായിട്ട് ഒരു ഊണ് ഞങ്ങൾ കൂട്ടിക്കോ. മര്യാദയ്ക്ക് നിങ്ങൾ കാശ് വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പോണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങാനേ എന്റെ ചേച്ചി സമ്മതിക്കില്ല. ഉണ്ട ചോറിന്റെ കാശ് തരാനേ എനിക്ക് ഒരു ചേച്ചിയുടെ സമ്മതം വേണ്ട. ഇതെന്റെ സൗജന്യമാണെന്ന് ചേച്ചിയോട് പറഞ്ഞേക്കണേ. വരട്ടെ. ഇയാളോട് കാശ് വേണ്ടെന്ന് പറഞ്ഞത് ഇവിടെ സർവാണി സദ്യ നടത്തുന്നോണ്ടൊന്നും അല്ല. ദിവസവും പഞ്ചരത്നത്തിന്ന് അഗതി മന്ദിരങ്ങൾക്കും വൃദ്ധസദനങ്ങൾക്കും പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല ഇയാളെ ഞാൻ. ഇപ്പൊ എന്താ ഉദ്ദേശം? പഞ്ചരത്നത്തിന്റെ നടത്തിപ്പിനെ ഇയാളുടെ ഊണിന്റെ കാശ് വേണ്ട. അതെന്തുകൊണ്ടാണെന്നറിയോ? സൗജന്യമായി കഴിക്കുന്നതിന്റെ നാണക്കേട് ഓർത്തെങ്കിലും നിങ്ങൾ ഇനി ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയാ. അന്നം കഴിക്കാൻ വരുന്നത് ആജന്മ ശത്രു ആണെങ്കിലും ആട്ടി ഇറക്കി വിടരുതെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഇറക്കി വിട്ട് ഗുരുത്വദോഷം ചെയ്യില്ല ഞങ്ങള്. മേലിൽ നിങ്ങൾ ഇനി ഇവിടെ വരരുത്. നിങ്ങളുടെ പരുവത്തിന് കുറ്റവും കുറവും ഇല്ലാതെ ഊണ് കിട്ടുന്ന മറ്റേതെങ്കിലും ഹോട്ടൽ കാണും, അവിടെ പോയി ഉണ്ടാ മതി.
ഇരിക്കട്ടെ.